നമ്മുടെ ഇന്നത്തെ യാത്ര ഇലവീഴ പൂഞ്ചിറയിലേക്കാണ്. ഇലവീഴ പൂഞ്ചിറ കോട്ടയം ജില്ലയിലാണുള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വളരെയധികം പ്രശസ്തമാണ്. കാരണം ഇങ്ങനെയൊരു സിനിമയും കൂടെ ഇറങ്ങിയിട്ടുണ്ട്, ഇലവീഴ പൂഞ്ചിറ. ഇവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ജീപ്പ് സവാരി ഉണ്ട് ഓഫ് റോഡായിട്ട്, അപ്പം 1000 രൂപയാണ്, 4 സ്പോട്ടുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ ജീപ്പിലാണ് ഈ ഒരു 4 സ്പോട്ടിലേക്ക് പോയത്. ആദ്യത്തേത് വന്നിട്ട് ചെറിയൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. പിന്നെ വന്നിട്ട് സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഏറ്റവും മുകളിലായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ കേവ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ലേക്കും കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു കേവ്, അതായത് ഒരു ചെറിയൊരു ഗുഹയുണ്ട്. ആ ഗുഹയിലേക്ക് നമുക്ക് കയറാം. അതിനുള്ളിൽ നല്ല ഇരുട്ടാണ്. അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ട്. നമുക്കപ്പോൾ ആ വെള്ളത്തിലൂടെ നടന്ന് ആ ഗുഹയ്ക്കുള്ളിൽ കയറാം. അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് കാണാൻ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമുക്കൊരു ഗുഹയിലൊക്കെ കയറുന്ന ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് പോകാവുന്നതാണ്. ശരിക്കും ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രകൃതിയുടെ ഒരുപാട് മനോഹാരിത കാണാനായിട്ട് സാധിക്കും. ഇവിടെ ശരിക്കും ഫുള്ള് മുളകളാണ് വരുന്നത് ഈ ഒരു കേവിൻ്റെ അടുത്ത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുമായിരുന്നു. ജീപ്പിൽ ഓഫ് റോഡ് എക്സ്പീരിയൻസും അതും ഒരു അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മൾ പോയത് ഇവിടെ അടുത്തുള്ള ലേക്കിലേക്കാണ്. ഞങ്ങളോട് ജീപ്പിലെ ചേട്ടൻ പറഞ്ഞത് ഇവിടെ മൊത്തം 67 ജീപ്പുകളുണ്ടെന്നാണ്. ഞങ്ങൾ പോയ ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു. 5:30-ക്കാണ് ഞങ്ങളവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല, അധികം ആളുകളൊന്നുമില്ല, അധികം കടകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ശനിയും ഞായറും ഒക്കെ ഭയങ്കര തിരക്കാണെന്നാണ് ആ ഒരു ചേട്ടൻ പറഞ്ഞറിഞ്ഞത്. ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് ഇലകൾ വീഴാത്ത പൂഞ്ചിറ എന്നാണ്. ഇവിടെ മലയിടുക്കുകളിൽ വളരെ ശക്തമായ കാറ്റാണ് വീശുന്നത്. അതുകൊണ്ട് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇലകൾ കാറ്റിൽ പറന്നു പോകും, തടാകത്തിലേക്ക് വീഴാറില്ല എന്നാണ് ചിലർ പറയുന്നത്. ഈ ഒരു ലേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ഇല പോലും വീഴില്ല. നമ്മളിപ്പോൾ ആ ഒരു ലേക്കിലേക്കൊരു ഇല ഇട്ടാൽ പോലും അത് ഒരിക്കലും ലേക്കിലേക്ക് വീഴില്ല. അത് കാറ്റുകൾ കൊണ്ട് പറന്ന് നമ്മൾ വേറെ ദിശയിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. നമ്മൾ കാണുമ്പോൾ വളരെ നീറ്റായിട്ട് കിടക്കുന്ന ഒരു ലേക്ക് തന്നെയാണ്. ഇവിടെ നിന്ന് കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് വെള്ളം എടുക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ കൂടെ വന്ന ജീപ്പിലെ ചേട്ടൻ പറഞ്ഞത്. ഇലവീഴ പൂഞ്ചിറയിലെ വ്യൂ പോയിൻ്റ് കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 3200 അടി ഉയരത്തിലാണ്. ഇവിടെ നിന്ന് ചുറ്റുമുള്ള പല ജില്ലകളുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും. കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ടയൊക്കെ. മുകളിലെ വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ ഇലവീഴ പൂഞ്ചിറ സിനിമയിൽ അവർ താമസിക്കുന്ന സ്ഥലം കാണാൻ കഴിയും. സിനിമയിൽ ഒരാൾ മിന്നലടിച്ച് മരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇടിയും മിന്നലും കൂടുതലായതിനാൽ മിന്നൽ തടയാനുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് താമസിക്കാൻ നിരവധി ഓപ്ഷനുകൾ ലഭ്യമാണ്. ഫാമിലിയായും ഫ്രണ്ട്സായും ഗ്രൂപ്പായും ഇവിടെ എത്തി താമസിക്കാൻ സാധിക്കും. പലരും ഇവിടെ ടെൻ്റ് അടിച്ച് ക്യാമ്പിംഗ് ചെയ്തും രാത്രി ചെലവഴിക്കുന്നുണ്ട്. കൂടാതെ ഭക്ഷണ സൗകര്യവും ലഭ്യമാണ്. ചില സ്ഥലങ്ങളിൽ അവർ തന്നെ ഭക്ഷണം ഒരുക്കി തരികയും വേണമെങ്കിൽ നമ്മൾക്ക് തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ വരുന്നവർ വളരെ കൂടുതലാണ്. മുകളിലെ വ്യൂ പോയിന്റിൽ നിന്ന് 4 ദിക്കിലേക്കും 360 വ്യൂ കാണാം. ഞങ്ങൾ പോയത് 5:30 ആയതുകൊണ്ട് സൂര്യാസ്തമയം കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇലവീഴ പൂഞ്ചിറ എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. എല്ലാവരും വിസിറ്റ് ചെയ്യാം.